ഫൈനലി നമ്മൾ കുമ്പളങ്ങിലുള്ള വരമ്പ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊരു സീറ്റ് കണ്ടുപിടിച്ച് സ്പോട്ട് ചെയ്തു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇവിടെ കിടന്നാടുന്നൊരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഡാഡി കൂളും ഏഞ്ചൽ ഹെയ്സും കൂടെ കിടന്നാടുന്നുണ്ട്. എന്തല്ലേ, അകത്ത് ഫുൾ ഒക്കുപ്പൈഡ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ഈ ലൈറ്റിൻ്റെ താഴെയാണ് ഡൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെനു നോക്കിയപ്പോൾ ഗ്യാസ് തീർന്ന കാരണം ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ്. അവസാനം പുട്ടും ബീഫും പറഞ്ഞു. ഈ ബീഫിന് റേറ്റ് വരുന്നത് 200, പുട്ടിന് 50 രൂപയാണ് വരുന്നത്. ഇവർ ഓൾറെഡി ഫുഡ് കഴിച്ചിരുന്നു. എന്താ പറയണ്ടേ, അങ്ങനെ നീ തുടങ്ങി എന്നിട്ട് അതെ ഗൈസ് നമ്മളങ്ങനെ കയാക്കിന് പോകാട്ടോ. എനിക്ക് ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കൂടെ അജ്മൽ ഭായും വൈഫും കുഞ്ഞും ഉണ്ട്. നമ്മൾ ആകെ കൺഫ്യൂഷൻ ആണല്ലോ, ബോട്ടിങ് ചെയ്യണോ കയാക്കിങ് ചെയ്യണോ. അപ്പോൾ നമ്മളെന്തായാലും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടു. അപ്പോൾ അവസാനം തീരുമാനം എടുത്തു കയാക്കിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഹേസു റെഡി ആയിട്ട് നിൽപ്പുണ്ട്. കുഞ്ഞിനും ഉണ്ട് ജാക്കറ്റ്, ലൈറ്റിൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ റെഡി അല്ലേ? അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കും ചാൻസ് വന്നു. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ട് റെഡി ആയിട്ട് നേരെ കയാക്കിന് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കയാക്കി കയറി കേട്ടോ. സിംഗിളാണ് എടുത്തത്. സിംഗിൾ കയാക്കില്ല, നമ്മൾ ഡബിൾ കയാക്കിൽ ഒറ്റയ്ക്ക് പോവുകയാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും വലിപ്പമുള്ള കയാക്കിൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ്. സോളോ പോകുന്നതെല്ലാം ഇച്ചിരി വീതി കുറവാണല്ലോ, നീളം കുറവാണല്ലോ. അപ്പം രസമുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് നേരം നമുക്ക് തുഴഞ്ഞു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കയാക്കി ആയതുകൊണ്ട് വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഒന്നെങ്കിൽ തുഴയണം, അല്ലേ വീഡിയോ എടുക്കണം. രണ്ടും കൂടി ഒരുമിച്ച് പോസിബിളാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. വീഡിയോ ആണോ? ഒന്നുമില്ല, ഫുൾ ബ്ലാക്ക്. ആദ്യം തുഴഞ്ഞുടക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. നമ്മൾ ബയോലൂമിനസൻസും നീല കളറും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി കവർ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കയാക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ കയാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോറീസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തുഴയുമ്പോൾ അതിൽ നമുക്ക് നീല കളർ കാണുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ നമുക്കൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം നമ്മളിങ്ങനെ തുഴഞ്ഞാണ് നമുക്കിത് കാണുന്നത്. നമുക്ക് കിട്ടിയ ടൈം എന്ന് വെച്ചാൽ 1/2 മണിക്കൂറാണ്, അതായത് 30 മിനിറ്റ്. അങ്ങ് ദൂരെ കണ്ടോ, അതാട്ടോ നമ്മുടെ വരമ്പ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഒരു ഏരിയ നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/2 മണിക്കൂർ കയാക്ക് ചെയ്യുന്നതിന് 400 രൂപയായിട്ടോ റേറ്റ് വരുന്നത്. കയാക്കിനും ബോട്ടിങ്ങിനും സെയിം റേറ്റ് ആവും. നമുക്ക് റിസ്ക് വേണ്ടാന്നാണെങ്കിൽ ബോട്ടിന് എടുക്കാം. അപ്പോൾ അതൊരു തുഴക്കാരൻ വരും. ഒരു 7-8 പേര്, മിനിമം സൈസുള്ള 7-8 പേരെയും കൊണ്ടായിരിക്കും ബോട്ടിങ്ങിന് പോകുന്നത്. കയാക്കിൽ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പോകാം, ഡബിളും പോകാം. അജ്മലിക്കും വൈഫും ഡബിളാണ് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഡബിൾ കയാക്കിൽ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവർ ടൈം ലിമിറ്റ് ഒന്നും നോക്കുന്നില്ല. അതായത് നമുക്ക് 1/2 മണിക്കൂറിൽ തിരിച്ചു കയറാനൊന്നുമില്ല. പക്ഷെ ഞാൻ മുമ്പ് കയാക്ക് ചെയ്ത ടീമിനോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു അവർക്ക് നടുവേന എടുക്കുന്നു, തുഴഞ്ഞു കഴിഞ്ഞ് കൈവേന എടുക്കുന്നു, ഇരുന്നിരുന്നും അടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അവരുടെ പൃഷ്ഠം വേദനിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ നേരം കിട്ടിയതല്ലേ, പൈസ മുതലാക്കാൻ 400 രൂപ കൊടുത്തല്ലേ എന്ന് വിചാരിച്ച് മാക്സിമം തുഴയണമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ കയറിയപ്പോൾ തന്നെ എനിക്ക് നടുവേന എടുക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ നടുവേന എടുത്ത് ഞാൻ എന്തോ ചെയ്തു, ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നപ്പോഴാണ് കിടിലം വ്യൂ. നല്ല രസം, ആകാശത്ത് ഫുള്ള് നക്ഷത്രങ്ങൾ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, ഭയങ്കര രസമായിരുന്നു. ഞാൻ ഒരു പാട്ടൊക്കെ പാടി. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ സുഷിൻ കമ്പോസ് ചെയ്ത കുറച്ച് പാട്ടുകളുണ്ട്, എഴുതാ കഥ, ഉയരിൽ തൊടും, അതൊക്കെ പാടി ഇങ്ങനെ കിടന്നു. അങ്ങനെ കുറച്ച് നേരം മാനത്തോട്ട് നോക്കി വൈബൊക്കെ അടിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ തുഴയാൻ തുടങ്ങി. കുറേ നേരം തുഴഞ്ഞിട്ട് അവസാനം നമുക്ക് കിട്ടി, നമ്മുടെ കവർ കാണാൻ പറ്റി. ഇതിലല്ലേ കാണുന്നത്? ഫോൺ ക്യാമറ കൂടെ നോക്കുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവാട്ടോ. എന്തോ സെറ്റിങ്സ് മാറി കിടക്കാമെന്ന് തോന്നുന്നു. എനിക്ക് 4K ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണിൽ കൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് വെച്ചേക്കുന്ന പോലൊരു കളർ, നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞ് ബയോലൂമിനൻസും ആക്കി നീല കളറും കണ്ട് ഇരുന്ന് നമ്മൾ ഇതെന്താ നമ്മുടെ 1/2 മണിക്കൂറത്തെ റൈഡ് ഏകദേശം കഴിയാറായി. അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാട്ടെ അജ്മൽ ഭായ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, വണ്ടർഫുൾ ആയിരുന്നു. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആണല്ലേ. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, ബൈ. അവസാനം 1/2 മണിക്കൂർ കഴിഞ്ഞ് കയാക്കിംഗ് ഒക്കെ നിർത്തി തിരിച്ച് കരക്ക് ഇറങ്ങാൻ പോയപ്പോഴും നല്ല രീതിയിൽ കവർ കാണാൻ സാധിച്ചത്. ബോട്ടിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ നീല കളർ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ദ ബയോലൂമിനസൻസ്. അങ്ങനെ നമ്മുടെ ഒരു റൈഡ് ഒക്കെ കഴിഞ്ഞു. ഒരു 1/2 മണിക്കൂറത്തെ റൈഡായിരുന്നു. അങ്ങനെ റൈഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുക. നമ്മുടെ വാട്ടർ റൈഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ലാൻഡ് റൈഡ് ഉണ്ട്. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പോൾ ബൈ.